വീടുകളുടെ വാതിലുകളും ജനൽവാതിലുകളും കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുന്ന കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് മലപ്പുറം ജില്ലയിൽ പിടിയിലായി. തമിഴ്നാട് നീലഗിരി കയ്യൂന്നി സ്വദേശി പാറയ്ക്കൽ വീട്ടിൽ ജോസ് മാത്യുവിനെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 11-ന് പുലർച്ചെയാണ് കോട്ടയ്ക്കൽ എടരിക്കോട് പനക്കൽക്കുണ്ടിലെ മമ്മദിന്റെ വീട്ടിൽ മോഷണം നടന്നത്. വീടിനുള്ളിൽ പ്രവേശിച്ച കള്ളൻ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മമ്മദിന്റെ ഭാര്യ സിസിലയുടെ കാലിലെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാദസരം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് മുറിച്ചെടുത്തു. രണ്ടാമത്തെ കാലിലെ പാദസരം എടുക്കാൻ ശ്രമിക്കവേ സിസില ഉണർന്ന് ബഹളം വെച്ചു. തൽക്ഷണം പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. തുടർന്ന് മമ്മദിന്റെ പരാതിയിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച CCTV കേന്ദ്രീകരിച്ചും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് ജോസ് മാത്യു ആണ് കളവ് നടത്തിയതെന്ന് കണ്ടെത്തിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ലോഡ്ജുകളിൽ പരിശോധന നടത്തിയതിൽ പാളയത്തുള്ള സ്വകാര്യ ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാക്കളുമായി കൂട്ടുചേർന്ന കേരളത്തിനകത്ത് വിവിധ ജില്ലകളിലായി 70ഓളം മോഷണ കേസുകളിൽ ജോസ് മാത്യു പ്രതിയായിട്ടുണ്ട്. മോഷണം നടത്തി ലഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയും പണം ഷെയർ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കുകയുമാണ് പതിവ്. കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് താമരശ്ശേരി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീടുകളിലും സമാന രീതിയിൽ മോഷണം നടത്തിയതായി പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസം വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പ്രതി സംസ്ഥാനത്ത് സമാനമായ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. പ്രതിയെ പിടികൂടിയ സമയം കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും കടാര, തടി, കട്ടിംഗ് പ്ലെയർ തുടങ്ങിയവ പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.